ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗാർഗി ആ പെൺകുട്ടിയോട് ചോദിക്കും, നീയല്ലേ ആ ഡോക്യുമെന്റ്സ് പാർവതിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയത്? സത്യം പറയണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ പോലീസിനെ വിളിക്കും. അപ്പോൾ ആ പെൺകുട്ടി പറയും, ദയവ് ചെയ്ത് എന്നെ പോലീസിന് പിടിച്ചു കൊടുക്കരുത്, പോലീസിനെ വിളിക്കരുത്. അപ്പോൾ പാർവതി പറയും, സത്യം പറഞ്ഞാൽ നിന്നെ രക്ഷപ്പെടുത്താം, എനിക്ക് ആ ഡോക്യുമെന്റ്സ് കിട്ടണം, കിട്ടിയേ തീരൂ. അതുപോലെ നീ എന്തിനാ ഡോക്യുമെന്റ്സ് മോഷ്ടിച്ചു, അതും എനിക്കറിയണം. അപ്പോൾ ആ പെൺകുട്ടി പറയും, എല്ലാം ഞാൻ പറയാം, ഞാൻ ഇതൊക്കെ ചെയ്തത് ജാസ്മിൻ പറഞ്ഞിട്ടാണ്. എനിക്ക് കുറച്ച് പണയം നൽകിയിട്ട് ജാസ്മിൻ എന്നെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുകയായിരുന്നു. ഡോക്യുമെന്റ്സ് എടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഗർഭിണിയുടെ വേഷം കെട്ടി കാറിൽ കയറിയത്. കാറിൽ കയറി എങ്ങനെ ഡോക്യുമെന്റ്സ് എടുക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് പാർവതി മയങ്ങിയത്. ആ തക്കത്തിന് പാർവതി അറിയാതെ ഞാൻ ഡോക്യുമെന്റ്സ് എടുത്തു. എന്നിട്ട് ആ ഡോക്യുമെന്റ്സ് എവിടെ? നീ അത് ജാസ്മിന് കൊടുത്തോ? കൊടുത്തു. അവളത് അപ്പോൾ തന്നെ റോഡ് വക്കിലേക്ക് കളയുകയും ചെയ്തു. അപ്പോൾ പാർവതി ചോദിക്കും, എവിടെയാണ് അവളത് കളഞ്ഞത്? എന്നെ ഇറക്കിവിട്ട സ്ഥലത്തിൻ്റെ അടുത്താണ്. ഇതാണ് സത്യമായിട്ട് നടന്നത്. പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. എന്നെ വെറുതെ വിടണം. ഇത് കേൾക്കുമ്പോൾ ഗാർഗി പാർവതിയോട് ചോദിക്കും, ഇവളെ വെറുതെ വിടാൻ പോവുകയാണോ? അപ്പോൾ പാർവതി പറയും, അവൾ പോയിക്കോട്ടെ ഗാർഗി, നമുക്ക് വേണ്ടത് ജാസ്മിനെയാണ്. എന്നിട്ട് ആ പെൺകുട്ടിയോട് പറയും, നിന്നെ ഞങ്ങൾ കണ്ടതും നീ ഞങ്ങളോട് പറഞ്ഞതൊന്നും നീ ഒരു കാരണവശാലും ജാസ്മിനോട് പറയരുത്. പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ പോലീസിന് കൊടുക്കും. അപ്പോൾ ആ പെൺകുട്ടി പറയും, ഇല്ല, ജീവൻ പോയാലും ഞാനിത് ആരോടും പറയില്ല എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ പാർവതി ഗാർഗിയോട് പറയും, ജാസ്മിൻ ഇത്ര വലിയ വിഷമായിരുന്നോ? വിശാൽ സാറിനെ ജയിലിലാക്കാൻ വേണ്ടിയല്ലേ അവളിതൊക്കെ ചെയ്തത്? അവളെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി ജാസ്മിനോട് ചോദിക്കും, നീ എൻ്റെ വിശാൽ സാറിനെ ജയിലിലാക്കാൻ ശ്രമിക്കുന്നുവോ? നിന്നെ ഞാൻ വെച്ചേക്കില്ല. അപ്പോൾ ജാസ്മിൻ പറയും, വെറുതെ എന്തെങ്കിലും ഭ്രാന്ത് തോന്നി നീ എൻ്റെ മെക്കിട്ട് കയറാൻ വരരുത്. അപ്പോൾ പാർവതി പറയും, ഭ്രാന്ത് നിനക്കാണ്, വിശാൽ സാറിനെ വിവാഹം കഴിച്ച് അടങ്ങുമെന്ന ഭ്രാന്ത്. അപ്പോൾ ജാസ്മിൻ പറയും, അതെ, ഞാൻ വിശാലിനെ കല്യാണം കഴിച്ച് അടങ്ങും, അത് ഭ്രാന്താണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പോൾ ഗാർഗി ചോദിക്കും, ബ്രോനെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്ന നീ എന്തിനാണ് ആ പാവത്തിനെ ജയിലിലാക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ പാർവതി പറയും, അത് നിനക്ക് മനസ്സിലായില്ലേ ഗാർഗി? എൻ്റെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടാണ് വിശാൽ സാർ ജയിലിലാവുന്നതെങ്കിൽ സാറും ഇവിടെയുള്ളവരും എന്നെ വെറുക്കും, എന്നെ അടിച്ചു പുറത്താക്കുമല്ലോ. അതിനുവേണ്ടിയാണ് ഇവൾ ഇങ്ങനെയൊക്കെ പദ്ധതി ഉണ്ടാക്കിയത്. അപ്പോൾ ജാസ്മിൻ പറയും, നിന്റെ കയ്യിൽ നിന്നാണ് ഡോക്യുമെന്റ്സ് നഷ്ടമായത്, നീ എന്നെ വെറുതെ പ്രതിയാക്കരുത്, എല്ലാം ചെയ്തിട്ട് നീ അഭിനയിക്കുകയാണോ എന്ന് ചോദിച്ച് പാർവതി ജാസ്മിനെ പിടിച്ച് തള്ളുകയാണ് കേട്ടോ. അപ്പോഴാണ് വിശാൽ കയറി വരുന്നത്. അപ്പോൾ വിശാൽ പാർവതിയോട് ചോദിക്കും, എന്താ ഇവിടെ? അപ്പോൾ പ്രഭാവതി പറയും, ഈ പാർവതി ഇല്ലാത്ത ആരോപണങ്ങൾ ചുമത്തി ജാസ്മിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വിശാൽ ചോദിക്കും, എന്താ ആരോപണം? അപ്പോൾ പ്രതാപം പറയും, നീ ഡോക്യുമെന്റ്സ് പാർവതിയല്ലേ ഏൽപ്പിച്ചത്? വക്കീൽ ഓഫീസിലേക്ക് പോകുന്ന വഴി അത് പാർവതിയുടെ കയ്യിൽ നിന്നല്ലേ നഷ്ടമായത്? അപ്പോൾ പാർവതിയല്ലേ കുറ്റക്കാരി? പാർവതിയാണെങ്കിൽ ആ കുറ്റം മറയ്ക്കാൻ വേണ്ടി ജാസ്മിനെ പ്രതിയാക്കുകയാണ്. അപ്പോൾ വിശാലെ പാർവതിയോട് ചോദിക്കും, അതാണോ പാർവതി ഇവിടുത്തെ വിഷയം? ജാസ്മിൻ കാരണമാണ് ഡോക്യുമെന്റ്സ് നഷ്ടമായത് എന്നാണോ നീ പറയുന്നത്? അപ്പോൾ പാർവതി പറയും, അതെ സാർ, ആ ഡോക്യുമെന്റ്സ് കാണാതായതിന് കാരണം ജാസ്മിൻ തന്നെയാണ്. അപ്പോൾ സുശീല പറയും, നിങ്ങളെല്ലാം പുറത്തു പോയ സമയത്ത് ജാസ്മിൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഗാർഗി പറയും, സുശീല ആൻറ്റി ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാണോ? ഇവർ ഇവിടെ നിന്ന് പോയ സമയത്ത് ജാസ്മിൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവളൊരു പെൺകുട്ടിയെ ഗർഭിണിയുടെ വേഷം കെട്ടിച്ച് പാർവതിയുടെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റ്സ് അടിച്ചു മാറ്റാൻ ഏർപ്പാട് ചെയ്തിരുന്നു. ഇത് കേൾക്കുമ്പോൾ അച്ഛമ്മ പറയും, എന്തൊക്കെ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ സംഭവിച്ചതെന്ന് ആരെങ്കിലും ഒന്ന് തെളിച്ചു പറ. അപ്പോൾ പാർവതി, ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടായതല്ല അച്ഛമ്മയോട് പറയാണ്. എന്നിട്ട് പറയും, ഇന്ന് ഞാൻ ആ പെൺകുട്ടിയെ വഴിയിൽ വെച്ച് കണ്ടിരുന്നു, അപ്പോൾ അവൾക്ക് ഗർഭമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാനും ഗാർഗിയും കൂടെ അവളെ ഓടിച്ചു പിടിച്ചു, എന്നിട്ട് ചോദ്യം ചെയ്തു, അവളെ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് ഭയപ്പെടുത്തി. അപ്പോഴാണ് അവൾ സത്യം പറഞ്ഞത്. എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞത് ഒക്കെ എല്ലാവരോടും പറയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും പാർവതി പറയും, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ ജാസ്മിൻ ചതിക്കുകയായിരുന്നു എന്ന്? എന്നിട്ട് ജാസ്മിനോട് ചോദിക്കും, ആ പെൺകുട്ടിയെ വിട്ട് ഡോക്യുമെന്റ്സ് അടിച്ചു മാറ്റിയത് നീയല്ലേടി? അപ്പോൾ ജാസ്മിൻ പറയും, അതേടി, ഞാൻ തന്നെയാണ് ആ ഡോക്യുമെന്റ്സ് അടിച്ചു മാറ്റാൻ അവളെ പറഞ്ഞു വിട്ടത്. നീ ഊഹിച്ചത് ശരിയാണ്. ഡോക്യുമെന്റ്സ് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായാൽ വിശാൽ നിന്നെ വെറുക്കണം, നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കണം. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. വിശാലിനെ നേടാൻ ഞാൻ എന്തു ചെയ്യും, ഏതറ്റം വരെയും പോവും. ഇത് കേൾക്കുമ്പോൾ അച്ഛമ്മ പറയും, നീ ഇത്രയ്ക്ക് ദുഷ്ടയായിരുന്നോ ജാസ്മിൻ? എൻ്റെ പേരക്കുട്ടിയെ ദ്രോഹിക്കാൻ ശ്രമിച്ച നീ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഇവൾ ആരെങ്കിലും പിടിച്ച് പുറത്താക്ക്. അപ്പോൾ പാർവതി പറയും, അത് ഞാൻ ചെയ്തോളാം അച്ഛമ്മേ, വിശാൽ സാറിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അത് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്. അപ്പോൾ ജാസ്മിൻ പറയും, നീ എന്നെ അടിച്ചിറക്കി വിടുകയൊന്നും വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ,
വിശാലിന്റെ ഭാര്യയായി ഇവൻ കെട്ടിയ താലിയുമായി ഇവിടുത്തെ മരുമകളായി ഞാൻ വന്നു കയറും. അല്ലാത്ത പക്ഷം ഇവനെ ഈ നടുക്കളത്തിൽ ഇവന് ഞാൻ വെള്ളം പുതിപ്പിച്ച് കെടുത്തും. ഈ വീട്ടിൽ ഇവന്റെ മരണാനന്തര കർമ്മം ഞാൻ നടത്തും എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇതെല്ലാം പാർവതി ഓർത്തതാണ് കേട്ടോ. എന്നിട്ട് ഗാർഗി പാർവതിയോട് ചോദിക്കും, അവൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അവളെ നമ്മുടെ വീട്ടിൽ വെച്ച് വാഴിക്കണോ? അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. അതിനെ നമ്മുടെ കയ്യിൽ തെളിവ് വേണ്ടേ? ഇതൊക്കെ ചെയ്തത് ജാസ്മിൻ ആണെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരല്ലോ. അപ്പോൾ ഗാർഗി പറയും, ആ പെൺകുട്ടിയെ പറഞ്ഞു വിടണ്ടായിരുന്നു, അവളെ കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ സത്യം തെളിയിക്കാമായിരുന്നു. അപ്പോൾ പാർവതി പറയും, അവള് ജാസ്മിന്റെ ആളല്ലേ, തക്ക സമയത്ത് അവൾ കാലുമാറിയ പിന്നെ നമ്മൾ എന്തു ചെയ്യും? പിന്നെ നമ്മൾ പറയുന്നത് ആരും വിശ്വസിക്കാതാവില്ലേ? പിന്നെ എന്താ ഒരു മാർഗം? അപ്പോൾ പാർവതി പറയും, ജാസ്മിൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വിശാൽ സാറിനോട് പറഞ്ഞ് വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കണം. അതിന് ആദ്യം ഇതിന് പിന്നിലുള്ള സകലതയും നമ്മൾ കണ്ടെത്തണം. എന്തായാലും ജാസ്മിൻ മാത്രമായിരിക്കില്ല ഇതിന്റെ പിന്നിൽ. ആദ്യം നമ്മൾ ജാസ്മിന്റെ വിവാഹം നടത്തി അവളെ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം. വിശാൽ സാറിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ അവൾ അവിടെ നിൽക്കുന്നത്. അവളുടെ വിവാഹം നടത്തിയാൽ പിന്നെ അവൾക്കത് പറഞ്ഞ് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ വിവാഹത്തിന് ജാസ്മിൻ സമ്മതിക്കുമോ പാർവതി? അപ്പോൾ പാർവതി പറയും, അതിനൊരു വഴി കാണണം. പിന്നെ കാണിക്കുന്നത് രാത്രി ഗാർഗി പുതിയൊരു സിമ്മിൽ നിന്ന് ജാസ്മിന്റെ പപ്പയെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഞാൻ വിളിച്ചത് നിങ്ങളുടെ മോളെ കുറിച്ച് ചിലത് പറയാനാണ്. അവളുടെ കയ്യിലിരിപ്പ് ഇതാണെങ്കിൽ അധികം വൈകാതെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മോളെ ഗായത്രി ദേവിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിരിക്കുന്നത്? അവൾക്ക് അവിടെ എന്താ കാര്യം? ഒരു ബന്ധവുമില്ലാത്ത വീട്ടിൽ നിങ്ങളുടെ മകളെ കൊണ്ടുപോയി നിർത്താൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഇത്രയും നാണം കെട്ട് ജീവിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക്? അവൾ അവിടെ ആ വീടിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ചതിക്കാൻ നോക്കുകയാണ്. അത് വിശാൽ അറിഞ്ഞാൽ നിങ്ങളുടെ മകനെ പോലെ തന്നെ മകൾക്കും ജയിൽവാസ് ആയിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞിട്ട് ഗാർഗി ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വിശാൽ സ്വപ്നത്തിൽ കണ്ട കുഞ്ഞിന്റെ കാര്യം ഓർത്ത് നിൽക്കുന്നതാണ്. അപ്പോഴാണ് പാർവതി അവിടേക്ക് വരുന്നത്. എന്നിട്ട് വിചാരിക്കും, ജാസ്മിൻ ചെയ്ത ചതി വിശാൽ സാറിനോട് പറഞ്ഞാലോ? പറഞ്ഞേക്കാം, ജാസ്മിന്റെ യഥാർത്ഥ മുഖം വിശാൽ സാർ അറിയട്ടെ, എന്നിട്ട് അവളെ എവിടെ നിന്ന് പുറത്താക്കട്ടെ. എങ്കിൽ മാത്രമേ ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകൂ. എന്നിട്ട് വിശാലിനോട് പറയും, എനിക്ക് വിശാൽ സാറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോൾ വിശാൽ ചോദിക്കും, എന്താ കാര്യം? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. സാറിന് എന്താ എന്നോട് പറയാനുള്ളത്? അപ്പോൾ വിശാൽ പറയും, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നാളെ നമുക്ക് ഒരു സ്ഥലത്ത് പോകണം, അവിടെ വെച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ നിന്നോട് പറഞ്ഞാളാം. പാർവതിക്ക് എന്താ എന്നോട് പറയാനുള്ളത്? അപ്പോൾ പാർവതി പറയും, സാറിന് പറയാനുള്ളത് സാർ എന്നോട് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതും ഞാൻ നാളെ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ജാസ്മിന്റെ പപ്പ വിശാലിന്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് പ്രഭാവതിയോടും പ്രതാപനോടും ചോദിക്കും, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അപ്പോഴേക്കും ജാസ്മിൻ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ജാസ്മിൻ ചോദിക്കും, എന്താ ഡാഡി ഒരു സർപ്രൈസ് വിസിറ്റ്? അപ്പോൾ വക്കീൽ പറയും, ഇനിയും നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല. നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അതിന് മാത്രം ബന്ധമൊന്നും നമുക്ക് ഇവരുമായിട്ടില്ല. ബന്ധവും സ്വന്തവും ഇല്ലാത്തടത്ത് അധികം നാൾ നിൽക്കുന്നതേ നാണക്കേടാണ്. അപ്പോൾ പ്രഭാവതി പറയും, ജാസ്മിൻ ഈ വീട്ടിൽ നിൽക്കുന്നതിൽ ഇവിടെ ആർക്കും ഒരു എതിർപ്പുമില്ല. അപ്പോൾ വക്കീൽ ചോദിക്കും, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് ജാസ്മിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? വിശാലുമായിട്ടുള്ള വിവാഹം നടത്താമെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? എന്നിട്ടിപ്പോൾ എന്തായി? ഇവളിവിടെ ആ വിവാഹം കാത്തു നിന്നത് മാത്രം മിച്ചം. അതുകൊണ്ട് ഇനി എൻ്റെ മോളെ ഇവിടെ നിർത്തി അപമാനിക്കാൻ ഞാനില്ല. എൻ്റെ ഹോൾഡ് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ രണ്ടിനെയും ആ വിശാലിനെയും ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ പറയുന്ന ആ വക്കീലിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.